ബഹുമാനപ്പെട്ട മോഡറേറ്റർ, പ്രിയപ്പെട്ട നിക്കണ്ണ മാസ്റ്റർ സുജിൻ, പ്രിയപ്പെട്ടവരെ, ഈ കോളേജ് അധ്യാപകരോട് 20 മിനിറ്റ് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ ദ്രോഹമാണ്. കാരണം അവർ കയറിയാൽ 1 മണിക്കൂർ സംസാരിക്കണം എന്നുള്ളതാണ്. കോളേജിലെ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അതുകൊണ്ട് സുജിനിയുടെ ബഡ്ജറ്റ് ഒരു സപ്ലൈ സൈഡ് ബഡ്ജറ്റ് ആണെന്നുള്ള രീതിയിൽ വളരെ വിശദമായിട്ട് കേന്ദ്ര ബഡ്ജറ്റിനെയും വളരെ ഹ്രസ്വമായിട്ട് സംസ്ഥാന ബഡ്ജറ്റിനെയും പ്രസന്റ് ചെയ്യുകയുണ്ടായി. ബൈ ആൻഡ് ലാർജ് കേന്ദ്ര ബഡ്ജറ്റ് ഒരു സപ്ലൈ സൈഡ് ബഡ്ജറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഡ്ജറ്റിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് സപ്ലൈ സൈഡ് മാക്രോ എക്കണോമിക്സ് തന്നെയാണ്. അങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനുണ്ടായ ഒരു കോണ്ടെക്സ്റ്റ്, ഇന്ത്യയിൽ ഈ ഒരു ബഡ്ജറ്റ് വരാനുണ്ടാകുന്ന അല്ലെങ്കിൽ ആ സമയത്തുള്ള നമ്മളുടെ ഒരു സാമ്പത്തിക സാഹചര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ വിദേശ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് സുജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ സംഭവങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് US ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക ചുങ്കം ഏർപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയും US തമ്മിലുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം അതിലാണ്. അതിനിടയ്ക്കാണ് ഈ ബഡ്ജറ്റ് വന്നത്. പക്ഷേ ഐറോണിക്കലി ബഡ്ജറ്റിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല എന്നുള്ളതാണ്. സാധാരണ ഇന്ത്യയും ആസിയാനുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടും ഒക്കെ മുൻപുണ്ടായ സ്വതന്ത്ര വ്യാപാര കരാറുകളെ സംബന്ധിച്ച് ഓരോ ഉൽപ്പന്നങ്ങൾക്കും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എത്രയുണ്ട്, ആ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പ്രകാരം നമ്മൾക്ക് എത്രമാത്രം ബെനിഫിറ്റ് കിട്ടും എന്ന് ഉള്ള വളരെ ആഴത്തിലുള്ള സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് ഓരോ സ്വതന്ത്ര വ്യാപാര അത് പബ്ലിക്കാക്കിയതിനു ശേഷമാണ് ഓരോ സ്വതന്ത്ര വ്യാപാര കരാറുകളും നമ്മൾ ഒപ്പിടുന്നത്. ആസിയൻ കരാറിന്റെ ഒക്കെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ സമയത്ത് മിനിസ്ട്രിയിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതിനെക്കുറിച്ചുള്ള ഓരോ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള പഠനം ഇപ്പൊ ഒന്നുമില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ട്രേഡ് പാർട്ണറായ US ദിവസം കരാർ ഒപ്പിട്ടു എന്നുള്ളത് ഇന്ത്യൻ അതോറിറ്റീസും അല്ല, US പ്രസിഡന്റ് ആണ് പറയുന്നത് അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടു എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ഒരു ന്യൂസിലാൻഡുമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് എല്ലാം സ്വതന്ത്ര വ്യാപാര കരാറുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അതുപോലെ ഇന്ത്യൻ രൂപയുടെ ഡിപ്രീസിയേഷൻ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള, അല്ലെങ്കിൽ ആ ഡിപ്രീസിയേഷൻ റേറ്റ് തന്നെ വളരെയധികം കൂടുന്ന വിധത്തിൽ ഇന്ത്യൻ രൂപ ഡോളറുമായിട്ടൊരു ഡിപ്രീസിയേഷൻ നടക്കുകയാണ്. ഡോളർ അപ്പം ലോകത്തിലെ പ്രധാനപ്പെട്ട കറൻസികളുമായിട്ട് ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റുപ്പി വിദേശ, അതായത് ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള വിനിമയ നിരക്കിലും ഡിപ്രീസിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അബ്സല്യൂട്ട് ലോസ് ഇന്ത്യൻ റുപ്പിയുടെ ഭാഗത്ത് ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ബഡ്ജറ്റ് വരുന്നത്. സുജിൻ സൂചിപ്പിച്ച പോലെ വലിയ രൂക്ഷമായ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്ത്, അത് കൂടുതലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകൾ, ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂലവും അല്ലാതെ അബ്സല്യൂട്ടായിട്ട് തൊഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടും രൂക്ഷമായ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. തൊഴിലില്ലാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ വാങ്ങൽ ശേഷിയിൽ വലിയ കുറവ് വന്നതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ളൊരു ചോദന പ്രതിസന്ധി നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് പ്രഖ്യാപിച്ച സമയത്ത് 12.5 ലക്ഷം രൂപ വരെ ഇളവ് കൊടുത്തു. ടാക്സ് ലിമിറ്റ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു. അപ്പൊ ആ ഇളവ് കൺസംഷനായി വന്നോളും. അതുപോലെ GST നിരക്കിൽ കൊടുത്ത ഇളവ് കൺസംഷനായി വന്നോളും. അങ്ങനെ സമ്പദ് വ്യവസ്ഥ ചോദന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം ഫെഡറൽ സംവിധാനത്തിലുള്ള തകർച്ചയാണ്. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണെന്ന് നമ്മളുടെ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപ് സൂചിപ്പിച്ച പോലെ സെസ് ചുമത്തുന്നത് വഴിയും GST കോമ്പൻസേഷൻ നിർത്തലാക്കുന്നത് വഴിയും സംസ്ഥാനങ്ങൾക്ക് ന്യായമായിട്ടും കിട്ടേണ്ട പോസ്റ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കുന്നതിന്റെ വഴിയും പല രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ട, ഭരണഘടനാപരമായിട്ട് ലഭിക്കേണ്ട ഗ്രാന്റുകൾ ലഭിക്കാത്തത് കൊണ്ട്
പിന്നെ ഈ ഫെഡറൽ സംവിധാനത്തിന് അപ്പാടെ ഒരു അടിയേൽക്കുന്ന വിധത്തിലുള്ള രീതിയിലാണ് രാജ്യത്തെ ഫിസ്ക്കൽ ഫെഡറലിസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ചുമതലകളെല്ലാം സംസ്ഥാനങ്ങളുടെ പുറത്താണ്. എല്ലാ ചുമതലകളും സാമൂഹിക ഡെവലപ്മെന്റ് വികസനത്തിനുള്ള ചുമതലകൾ മുഴുവൻ സംസ്ഥാനത്തിന്റെ പുറത്താണ്. എന്നാൽ റവന്യൂ മുഴുവൻ കേന്ദ്രത്തിനാണ്, യൂണിയൻ ഗവൺമെന്റിനാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരം വളരെ വൈവിധ്യം ഉള്ള സാഹചര്യങ്ങളിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. ഇതാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടതിന്റെ ഒരു പശ്ചാത്തലം എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ബഡ്ജറ്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് സൂചിപ്പിക്കാൻ പറ്റുന്ന കാര്യം, മുൻപ് സുജിൻ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക പശ്ചാത്തല സൗകര്യങ്ങൾ, ഇതെല്ലാം സാമൂഹിക പശ്ചാത്തല സൗകര്യങ്ങളാണ്. അതായത് രണ്ട് തരം പശ്ചാത്തല സൗകര്യങ്ങളാണ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് നമുക്കുള്ളത്. സാമൂഹിക പശ്ചാത്തല സൗകര്യങ്ങളും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അതിലെ സാമൂഹിക പശ്ചാത്തല സൗകര്യങ്ങളായ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല. പക്ഷെ പലപ്പോഴും ബഡ്ജറ്റിന്റെ അത് മറ്റൊരു പ്രത്യേകതയാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇത്ര കോടി രൂപ അധികം വകയിരുത്തി എന്ന് പറയും. അത് നോമിനൽ ഇൻക്രീസ് മാത്രമാണ്. എന്നാൽ നമ്മൾ എപ്പോഴും കാര്യങ്ങളെ പരിഗണിക്കുന്ന സമയത്ത് ഒരു നോമിനൽ ഇൻക്രീസ്, ഇപ്പം 5% നോമിനൽ ഇൻക്രീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ നോമിനൽ ഇൻക്രീസ് കണ്ട് അത് വലിയ ഇൻക്രീസ് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം രാജ്യത്തെ വിലക്കയറ്റ നിരക്ക് കണക്കിലെടുക്കണം. രാജ്യത്തെ വിലക്കയറ്റ നിരക്ക് കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഡാറ്റ പ്രകാരം 1.7% വിലക്കയറ്റ നിരക്ക്. അപ്പൊ 5% ഗ്രോത്ത് റേറ്റ് നോമിനൽ ഉണ്ടെങ്കിൽ യഥാർത്ഥ ഗ്രോത്ത് റേറ്റ്, റിയൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 3.8% ഉണ്ടാവുള്ളൂ. കാരണം ഈ വിലക്കയറ്റ നിരക്കും കൂടെ കണക്കിലെടുത്തിട്ട് മാത്രമേ നമ്മൾ ഒരു പദ്ധതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന പണത്തിന്റെ തോത് അല്ലെങ്കിൽ അതിന്റെ വളർച്ച വിലയിരുത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് അംഗീകൃതമായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു രീതി. അപ്പോൾ ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ നോമിനലായിട്ട് വലിയ ഇൻക്രീസ് ഉണ്ടാകും. നോമിനലായിട്ട് എല്ലാ വർഷവും ഇൻക്രീസ് കാണാൻ പറ്റും. പക്ഷെ വിലക്കയറ്റ നിരക്കും കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അത് ആ ഇൻക്രീസ് വളരെ നെഗ്ലിജിബിൾ ആണ്. മാത്രമല്ല വേറൊരു രീതിയിലും കൂടെ നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. അത് എത്രയാണ് നമ്മളുടെ GDP-യുടെ പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ ഈ ഗവൺമെന്റിന്റെ പ്രിയോറിറ്റി ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ GDP-യുടെ പെർസെൻറ്റേജ് എന്ന നിലയിൽ മുൻപ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് 6% വിദ്യാഭ്യാസത്തിന് കൊടുക്കണം എന്നാണ്. കേബ് കമ്മിറ്റി ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ വിദ്യാഭ്യാസത്തിന്റെ പെർസെൻറ്റേജിനെ കുറിച്ച് പറയുന്ന 1.5%. ഈ രണ്ട് കമ്മിറ്റി റിപ്പോർട്ടുകളും അതുപോലെ 2020 പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലും 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ വകയിരുത്തും, GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി വകയിരുത്തുന്നതാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പം ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാളും ഇതിന്റെ പകുതി പോലും ഇല്ല. 2.8% നോമിനൽ ഇൻക്രീസ് തന്നെ വരുന്നത്. ഇപ്പൊ റിയൽ ഇൻക്രീസ് അതിലും താഴെയാണ്. അപ്പൊ അത്തരത്തില് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ ഹെൽത്ത് സിസ്റ്റത്തെ റിനോവേറ്റ് ചെയ്യാൻ, അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ, ഡയഗ്നോസിസ് പലയിടത്തും അൺഅഫോർഡബിൾ ആയിട്ടുള്ള ഡയഗ്നോസിസ് മെച്ചപ്പെടുത്താൻ, പിന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ, ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. മറിച്ച് ആരോഗ്യരംഗത്തേക്കുള്ള ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് യൂണിവേഴ്സാലിറ്റി, അതായത് എല്ലാവർക്കും പ്രാഥമിക ആരോഗ്യം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് നേരെ വിഭിന്നമായിട്ട് മാർക്കറ്റിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മെഡിക്കൽ വാല്യൂ ടൂറിസം, പിന്നെ അതുപോലെ തന്നെ ബയോഫാർമ മാനുഫാക്ചറിങ്, അങ്ങനെ ആ രീതിയിലുള്ള ആരോഗ്യരംഗത്ത് മാർക്കറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് തന്നെ GDP-യുടെ 1.8% ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ച പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും കുറവ് പബ്ലിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കൊടുക്കുന്ന ഒരു സിസ്റ്റമായിട്ട്
രാജ്യം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്ത 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രിയായി മാറും എന്ന കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ കുറഞ്ഞ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ വെച്ച് ഗവൺമെന്റ് മീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും റിയൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ കുറവാണ്. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ സബ്സിഡി, പിന്നെ ഗ്രാമീണ മേഖലയിലുള്ള മറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് അതെല്ലാം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് പിന്നെ സുജിൻ സൂചിപ്പിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ നമ്മളുടെ ഗ്രാമീണ മേഖലയിൽ, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ പിന്നെ പലതരം വിമർശനങ്ങളുണ്ട്. തൊഴിൽ ഇരിപ്പ് പദ്ധതി എന്നൊക്കെ ആൾക്കാർ വിമർശിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഗ്രാമീണ മേഖലയിൽ ഗ്രാമീണ വരുമാന ശോഷണത്തെ പിടിച്ചു നിർത്തുന്നതിന് ഇത്രയും ഇഫക്റ്റീവായിട്ടുള്ള മറ്റൊരു പദ്ധതി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരു പദ്ധതിയെ ആ പദ്ധതി കേവലം അതില് ഗാന്ധിജിയുടെ പേര് മാറ്റി എന്നുള്ളത് മാത്രമല്ല, അതൊരു ഡിമാൻഡ് സൈഡ് പദ്ധതിയായിരുന്നു. അതില് ക്രിയേറ്റ് ചെയ്ത തൊഴിലുകൾക്ക് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഫണ്ട് റിലീസ് ചെയ്തിരുന്ന പദ്ധതിയെ ഒരു സപ്ലൈ സൈഡ് പദ്ധതിയാക്കി മാറ്റി എന്ന് മാത്രമല്ല, അതില് യഥാർത്ഥത്തിൽ അതിന് ലഭിക്കേണ്ട ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പിന്നെ നോമിനൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. 88,000 കോടി രൂപയിൽ നിന്ന് 96,000 കോടി രൂപയായിട്ടുണ്ട്. എന്തൊരു വർധനവ് എന്ന് ആളുകൾ പറയും. ആ രീതിയിലാണ് അത് നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കണക്കുകൾ നോക്കുന്ന സമയത്ത് 2024-25 86,000 കോടി രൂപയായിരുന്നു പിന്നെ അതിന്റെ യഥാർത്ഥ എക്സ്പെൻഡിച്ചർ, അതായത് ചെലവഴിച്ച എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 86,000 കോടി രൂപയായിരുന്നു. 25-26 ചിലവഴിച്ചതായി റിവൈസ് ചെയ്ത എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 88,000 കോടി രൂപയാണ്. ഇപ്പൊ ബഡ്ജറ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് മുൻപ് സൂചിപ്പിച്ചപ്പെട്ട പോലെ 96,000 കോടി രൂപയാണ്. മുൻപ് അതായത് MNREG ആയിരുന്ന സമയത്ത് 90:10 ആയിരുന്നു അതിന്റെ അനുപാതം. സ്റ്റേറ്റ് 10%, സെൻട്രൽ 90% എടുക്കണം, അങ്ങനെയായിരുന്നു അതിന്റെ അനുപാതം. ഇപ്പൊ ആ അനുപാതം 60-40 ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചുമതലകൾ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും റവന്യൂ മുഴുവൻ കേന്ദ്രത്തിനും എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് അതിനൊരു എക്സാമ്പിൾ ആണിത്. 10% ഇപ്പം 40% സ്റ്റേറ്റുകൾ ചെലവാക്കണം. ഈ 60% ഇപ്പം പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന 96,000 കോടി രൂപയുടെ 60% എന്ന് പറയുന്നത് ഏതാണ്ട് 57,600 കോടി രൂപ വരും. പഴയ MNREGയുടെ ഒരു 30,000 കോടി രൂപയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 87,600 കോടി രൂപ ആണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ അടുത്ത വർഷത്തേക്കുള്ള വിഹിതമായിട്ട് ഗവൺമെന്റ് വകയിരുത്തിയിരിക്കുന്നത്. എത്രയായിരുന്നു 2025-26? 88,000 കോടിയാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആയിട്ട് കണ്ടത്. എത്രയാണ് അടുത്ത വർഷത്തേക്ക് ഇപ്പം വകയിരുത്തിയിരിക്കുന്നത്? 87,600 കോടി രൂപയാണ്. അവിടെ ഒരു ഏകദേശം 1000 കോടി രൂപയുടെ കുറവ്. അപ്പൊ ഈ രീതിയിലാണ് കണക്കുകളിൽ കൂടി പിന്നെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിച്ചു എന്ന് പറയുകയും കണക്കുകൾക്കുള്ളിൽ നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കുറവ് വരികയും ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ വരുമാന ശോഷണത്തെ പിടിച്ചു നിർത്തിയ ഒരു പദ്ധതിയെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള വെട്ടിക്കുറവുകൾ ഗവൺമെന്റ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ മൾട്ടിപ്ലയർ, ആൾക്കാരുടെ വരുമാനം കുറയുന്നതിനനുസരിച്ച് അവരുടെ ചെലവ് കുറയും. ചെലവ് കുറയുന്ന സമയത്ത് അത് വീണ്ടും വരുമാന ശോഷണത്തിലേക്ക് വരും. അത് മൾട്ടിപ്ലയർ ടൈംസിൽ വർധനവ് വരുത്തുന്ന കുറവ് വരും. ആ രീതിയിൽ സമ്പദ് വ്യവസ്ഥയിൽ അതൊരു ചോദന പ്രതിസന്ധിയായിട്ട് കുറയും. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാല് മുമ്പ് 10% സ്റ്റേറ്റ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ 10% കൊടുക്കുന്ന സമയത്ത് 96,000 കോടി രൂപയുടെ 9,600 കോടി രൂപ സ്റ്റേറ്റിന് കൊടുക്കേണ്ടി വരുള്ളായിരുന്നു. പക്ഷെ ഇപ്പം എത്ര കൊടുക്കണം? 40% കൊടുക്കണം. അപ്പം 38,400 കോടി രൂപ ഓളം ഇപ്പൊ സ്റ്റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പം സ്റ്റേറ്റിന് ഇതിന് അനുസരിച്ചുള്ള വരുമാനം ഇല്ലാതെ വരുമ്പോൾ പല സ്റ്റേറ്റുകൾക്കും അത് കൊടുക്കാൻ സാധിക്കില്ല.
അങ്ങനെ കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഈ ടോട്ടൽ സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും ടോട്ടൽ എടുക്കുന്ന സമയത്ത് അത് 96,000 കോടി രൂപ വരില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് അതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് ഈ കൊടുക്കേണ്ട 57,600 രൂപയിൽ വീണ്ടും കുറവ് വരുത്താം. അപ്പൊ ഇതിന്റെ ബഡ്ജറ്റ് വീണ്ടും താഴത്തേക്ക് പോകും. അപ്പൊ ആ രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതിയെ അടിസ്ഥാനപരമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. ഇത് ഈ പറയുന്ന രീതിയിൽ ഒരു കോടതി വ്യവഹാരം കൊണ്ടോ കാര്യങ്ങളോ കൊണ്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. സമഗ്രമായ ജനകീയ വിദ്യാഭ്യാസത്തിലൂടെ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ നടപടികളെ നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഫിസ്ക്കൽ പ്രൂഡൻസിനെ കുറിച്ച്, ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യങ്ങൾ നോക്കൂ. ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ FRBM ആക്ടിനെ കുറിച്ച് സൂചിപ്പിച്ചു. FRBM ആക്ട് എന്ന് പറയുന്നത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് പറയുന്നത് 3% GDP-യുടെ 3% ആയിരിക്കണം ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഗവൺമെന്റിന്റെ വരുമാനവും പിന്നെ ചെലവും തമ്മിലുള്ള അന്തരം 3% ആയിരിക്കണം എന്നാണ്. അതില് ആനുവലി 3% കുറവ് വരുത്തിക്കൊണ്ടിരിക്കണം ഗവൺമെന്റ് എന്നുള്ളതാണ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് പറയുന്നത്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 5% ആയിരിക്കണം, 0.5% ആയിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ എത്രയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്? സംസ്ഥാനങ്ങളെ വരച്ച വരയിൽ നിർത്തിയിട്ട് റവന്യൂ ഡെഫിസിറ്റും ഫിസ്ക്കൽ ഡെഫിസിറ്റും നിങ്ങൾ FRBM ആക്ട് പ്രകാരം തന്നെ നടപ്പാക്കണം എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 4.5% ടാർഗറ്റ് ചെയ്തു 2022-23. 2025-26 വർഷത്തെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.5% ടാർഗറ്റ് ചെയ്തു. എന്നിട്ട് അത് റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ 26-27 ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.4%, 4.3% കുറയ്ക്കാൻ, അതായത് ഈ 3.5% അടുത്തൊന്നും എത്തുന്നില്ല. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയോ കൂടുതലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ. അതേസമയം സംസ്ഥാന ഗവൺമെന്റുകളോട് നിങ്ങൾ ചെലവ് നിയന്ത്രിക്കണം, നിങ്ങൾക്ക് കടമെടുക്കാനുള്ള പരിധി ഇത്രയേ ഉള്ളൂ എന്ന് നിഷ്കർഷിക്കുകയും അതേസമയം കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് തോന്നിയതുപോലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിസരമാണ് ഒരു ഡബിൾ സ്പീക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് സെക്യൂരിറ്റീസ് വെച്ച് കടമെടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 11.7 ലക്ഷം കോടി രൂപ സെക്യൂരിറ്റീസ് വെച്ച് കടമെടുക്കും. ഇത് സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ മൊത്തം കടം അങ്ങനെ വരുന്നത് 17.2 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേന്ദ്ര ഗവൺമെന്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കടം എടുക്കുന്നത് സെക്യൂരിറ്റീസ് വെച്ച് എടുക്കുന്ന സമയത്ത് റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മോണിറ്ററി പോളിസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രത്യാഘാതങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ മേഖലയിലുള്ള വിദഗ്ധര് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 12.2 ലക്ഷം കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റേസ് ചെയ്തു. ഇത് വലിയ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകൾ, റോഡുകൾ, ബിൽഡിങ്ങുകൾ, പോർട്ടുകൾ തുടങ്ങിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് മുഴുവനും പ്രൈവറ്റ് സെക്ടറുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ബേസിസിലുള്ള PPP മോഡലുകളിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകളായിട്ടാണ് വരുന്നത്. അല്ലാതെ ഒന്നും പബ്ലിക് സെക്ടറിലല്ല വരുന്നത് എന്നുള്ളത് കാരണം. ഡെപ്റ്റ് GDP റേഷ്യോ 2030-31 കൂടി 49-51% വരെ ആക്കുന്നാണ് ബഡ്ജറ്റ് പറയുന്നത്. ഇവിടെ കേരളം കടമെടുക്കുന്നതിന് എതിരെ വലിയ രീതിയിലുള്ള നിഷ്കർഷ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നതിന് വെക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര ഗവൺമെന്റ് അവരുടെ GDP-യുടെ 50% കടമെടുക്കുന്നത്. അപ്പോ കേരളം വലിയ കടക്കണിയിലാണെന്ന് പറയുന്ന പല സാമ്പത്തിക വിദഗ്ധരുമുണ്ട്. ആ സമയത്ത് അവര് കേന്ദ്രത്തിന്റെ ഈ ഡെപ്റ്റ് GDP റേഷ്യോയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇപ്പോഴ് ഡെപ്റ്റ് GDP റേഷ്യോ എന്ന് പറയുന്നത് 55.6% 2026-27 പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 25-26 56.1%. കേന്ദ്രത്തിന് തോന്നിയതുപോലെ കടമെടുക്കാം, സംസ്ഥാനങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ കടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അതില് സുജിൻ അവസാനം പറഞ്ഞ ചില കാര്യങ്ങളോടൊരു വിയോജിപ്പ് എനിക്കുണ്ട്. അതായത് തോന്നിയതുപോലെ നമുക്ക് കടം വാങ്ങാൻ പറ്റില്ല, വലിയ തോതിൽ കടം വർദ്ധിക്കുന്നു, കേരളത്തിന്റെ സോഷ്യൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിനനുസരിച്ച് കടം വാങ്ങിയാൽ എന്താണ്
കടം വാങ്ങിയാൽ അത് ഏതവസ്ഥയിലേക്ക് പോകും എന്നൊക്കെയുള്ള ആശങ്കകൾ. വലിയ കടം എന്ന് പറയുന്നത് പ്രശ്നം തന്നെയാണ്. പക്ഷെ ഈ കടം എപ്പോഴും പ്രശ്നമാകുന്നത് എന്താന്ന് വെച്ചാൽ വ്യക്തികളുടെ കാഴ്ചപ്പാടിൽ കടത്തെ കാണുന്നത് കൊണ്ടാണ്. ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ പണം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ആ പണം തിരിച്ചു കൊടുക്കണം. പക്ഷെ ഒരു സർക്കാർ ഒരു ഫിക്സ്ഡ് എൻറ്റിറ്റി, ഒരു പെർഫെക്ച്വൽ എൻറ്റിറ്റി ആണെന്നേ. സ്റ്റേറ്റ് ഒരു മനുഷ്യനെ പോലെയല്ല. ഞാൻ കടം വാങ്ങിയാൽ ഞാൻ തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. സർക്കാർ ഒരു പെർഫെക്ച്വൽ എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ സർക്കാർ കടം വാങ്ങും, തിരിച്ചു കൊടുക്കും, വീണ്ടും കടം വാങ്ങും, വീണ്ടും തിരിച്ചു കൊടുക്കും. ആ രീതിയിൽ ഒരു പെർഫെക്ച്വൽ എൻറ്റിറ്റിയാണ്, കണ്ടിന്യൂയിങ് എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ സർക്കാരുകൾ കടമെടുക്കുന്നതിന് ലിമിറ്റ് വേണ്ട എന്നല്ല. പക്ഷെ സർക്കാരുകൾ കടമെടുക്കുന്നതിന് ഇത്രയും വലിയൊരു കടപ്പേടി എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സർക്കാരുകൾക്ക് കടമെടുക്കാം. കടമെടുത്തത് പല സമയത്തും തിരിച്ചടയ്ക്കുകയും ചെയ്യും, വീണ്ടും കടമെടുക്കും. കാരണം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കടമെടുപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി കടമെടുത്ത് ശമ്പളം കൊടുക്കണം എന്നല്ല പറയുന്നത്. കടമെടുത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പ്രശ്നമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. മറ്റൊന്ന്, കേന്ദ്ര ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ നികുതി ഘടന തികച്ചും പുരോഗമനാത്മകമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഗ്രസീവ് ടാക്സേഷൻ അല്ല. കാരണം കോർപ്പറേറ്റ് ടാക്സ്, മൊത്തം ടാക്സ് റവന്യൂവിലെ കോർപ്പറേറ്റ് ടാക്സിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബിഗ് കോർപ്പറേറ്റ്സുകൾ ടാക്സിന്റെ പെർസെൻറ്റേജ് എന്ന നിലയിൽ 34% 2014-15. അത് 2025-26 26.5% കുറയുകയാണ് ചെയ്തത്. അപ്പൊ മൊത്തം ടാക്സിന്റെ പെർസെൻറ്റേജ് എന്ന നിലയിൽ കോർപ്പറേറ്റ് ടാക്സിന്റെ വരുമാനം ഒരു ഭാഗത്ത് കുറയുന്നു. അതേസമയം തന്നെ ജി എസ് ടി എന്ന് പറയുന്നത് വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ്. കാരണം ജി എസ് ടി എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും കൂടുതൽ ഇൻകം ഉള്ളവർക്കും കുറഞ്ഞ ഇൻകം ഉള്ളവർക്കും ഒരേപോലെ ചുമത്തപ്പെടുന്നത് കൊണ്ട് തന്നെ അത് റിഗ്രസീവ് ആണ്. അപ്പോൾ ആ ജി എസ് ടി മൂലമുള്ള വരുമാനം 33% ജി എസ് ടിയിൽ നിന്ന് കിട്ടുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. 33% അത് കിട്ടിയിരുന്നത്. അതിപ്പോ 49.5% ജി എസ് ടിയിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതൽ വരുമാനമുള്ളവന് കൂടുതൽ ടാക്സ് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനത്തിൽ നിന്ന് കുറഞ്ഞ വരുമാനമുള്ള സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ, അവരെ കൂടുതൽ ടാക്സ് ചെയ്തിട്ട് ഗവൺമെന്റ് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ടാക്സ് സംവിധാനത്തിലേക്ക് നമ്മളുടെ സംവിധാനം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ജി എസ് ടിയുടെ പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് 12%. ഏറ്റവും വലിയ റവന്യൂ പില്ലറാണ് ജി എസ് ടി എന്ന് പറയുന്നത്. ജി എസ് ടി ആ തരത്തിൽ നോക്കുമ്പോൾ വളരെ ഇൻഹറന്റ് ആയിട്ട് തന്നെ ജി എസ് ടി ഒരു റിഗ്രസീവ് സംവിധാനമാണ്. ഈ സമയത്താണ് വളരെ പ്രധാനപ്പെട്ട, മുൻപ് സൂചിപ്പിക്കപ്പെട്ട ജയദീപ് ഘോഷോ അതുപോലെ തന്നെ പ്രഭാത് പട്നായിക് പോലെയുള്ള ആൾക്കാർ ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും അതുപോലെ ഇൻഹെറിറ്റൻസ് ടാക്സും കൊണ്ടുവരണം എന്ന് പറയുന്നത്. അവരുടെ ആർഗ്യുമെന്റിൽ രാജ്യത്തെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സോ ഇൻഹെറിറ്റൻസ് ടാക്സോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തെ മുഴുവൻ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളെയും ഫണ്ട് ചെയ്യാൻ ആവശ്യമായ അത്രയും പണം ഇന്ത്യയിലെ ധനികരായ ആൾക്കാരിൽ നിന്നും മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. ടാക്സ് എന്ന രീതിയിൽ മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. അതൊരു തരത്തിലുള്ള ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ സംവിധാനത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻപ് സൂചിപ്പിക്കപ്പെട്ട പോലെ ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ ചെലവുകളിലേക്കുള്ള വർധനവിന്റെ മുഖ്യ പങ്കും സംസ്ഥാനങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ജയദീപ് ഘോഷും സി പി ചന്ദ്രശേഖറും എഴുതിയ ആർട്ടിക്കിള് വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അതിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷാ ചെലവുകളിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്, വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് സാമൂഹിക സുരക്ഷാ ചെലവുകളിലേക്ക്. പക്ഷെ ആ വർധനവിന്റെ മുഖ്യ പങ്കും ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റിലാണ്, കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിലല്ല. കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ സാമൂഹിക സുരക്ഷാ മേഖലകളിലേക്കുള്ള ബഡ്ജറ്റ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. അതേസമയം സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റിലാണ് കൂടുതൽ വർധനവ് വരുന്നത്. യു പി എ ഗവൺമെന്റിനെ അപേക്ഷിച്ച് മോഡി ഗവൺമെന്റിന്റെ സാമൂഹിക സുരക്ഷാ എക്സ്പെൻഡിച്ചർ യു പി എ ഗവൺമെന്റിന്റെ സമയത്ത്
പിന്നെ ഉള്ളതിനേക്കാൾ കുറവ് ആണ് സാമൂഹ്യ സുരക്ഷാ മേഖലയിലേക്ക് മോഡി ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ UPA കാലയളവില് സംസ്ഥാനങ്ങള് കേന്ദ്രത്തിനെ അപേക്ഷിച്ച് 4 ഇരട്ടിയായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പൊ മോഡി ഗവൺമെന്റിന്റെ സമയത്ത് സംസ്ഥാനങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ ചെലവുകൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമൂഹ്യ സുരക്ഷാ ചെലവിന്റെ 8 ഇരട്ടിയാണ്. അപ്പൊ അത്രയും വലിയ രീതിയിലുള്ള ചെലവുകൾ, കാരണം സംസ്ഥാനങ്ങള് ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഭരണ സംവിധാനം എന്നുള്ള രീതിയിൽ നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു. നിപ്പ, അതുപോലെ തന്നെ കോവിഡ്, പ്രളയം, അതെല്ലാം നേരിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാമൂഹ്യ സുരക്ഷാ ചെലവുകൾ സംസ്ഥാനത്തിന്റെ കാര്യത്തില് വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ. ഇതാണ് കേന്ദ്ര ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിലേക്ക് വരുന്ന സമയത്ത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാനം ഈ പറയുന്നത്. എവിടുന്നാണ് സുജിൻ അവസാനിപ്പിച്ച സമയത്ത് ചോദിച്ച എവിടുന്നാണ് പിന്നെ സംസ്ഥാന ബഡ്ജറ്റിന് ഇത്രയും പണം കണ്ടെത്താൻ സാധിക്കുക, സ്റ്റേറ്റ് ബഡ്ജറ്റിന് വലിയ സ്കോപ്പില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. യഥാർത്ഥത്തില് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ ഫിസ്ക്കൽ ഫെഡറലിസം കോണ്ടെക്സ്റ്റിൽ സംസ്ഥാന ബഡ്ജറ്റിന് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാഴ്ചപ്പാടാണ് ബാലഗോപാലൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സംസ്ഥാനത്തിന്റെ നികുതിയേതര വരുമാനം കഴിഞ്ഞ കാലയളവുകളിൽ വർദ്ധിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എങ്ങനെയാണ് തനത് നികുതിയും നികുതിയേതര ഇനങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് ആവശ്യമായ ചെലവുകൾ കണ്ടെത്തുക എന്നുള്ളത് ബാലഗോപാലൻ തന്നെ ബഡ്ജറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉപോത്ബലകമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യം അതിന് ഈ രീതിയിൽ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിച്ച ജീവനക്കാരെ അദ്ദേഹം ബഡ്ജറ്റിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന പോലുമുണ്ട്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ 70% പണം ലഭിക്കുന്നത് നികുതിയേതര വരുമാനത്തിൽ നിന്നാണ്, കേന്ദ്രം തന്നിട്ടല്ല. കേന്ദ്രം നമുക്ക് തന്നിരുന്ന, മുൻപ് സൂചിപ്പിക്കപ്പെട്ട പോലെ 50% GST നടപ്പാക്കിയത് വഴി 50% സംസ്ഥാനങ്ങളുടെ വരുമാനത്തിന്റെ 50% അവിടെ തന്നെ നഷ്ടപ്പെട്ടു. പിന്നെ GST കോമ്പൻസേഷൻ നിർത്തലാക്കി. പിന്നെ സെസ് ചുമത്തുന്നത് വഴി ഡിവിസിബിൾ പൂൾ, നമ്മൾ പങ്കുവെക്കേണ്ട നികുതി കൂടയുടെ ഒരു ഭാഗം മുഴുവൻ ഇപ്പൊ ഡിവിസിബിൾ പൂൾ ഏകദേശം 30% ഡിവിസിബിൾ, 20%-നും 30%-നും ഇടയ്ക്ക് ഡിവിസിബിൾ പൂൾ അല്ലാതെ പോകും സെസ് നടപ്പാക്കുന്നത് വഴി. സെസ് ഒന്നും സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ട. റവന്യൂ GST കോമ്പൻസേഷൻ നൽകാൻ വേണ്ടിയിട്ടായിരുന്നു സെസ് പിരിച്ചത് എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. പക്ഷെ ആ സെസ് ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുക. GST കോമ്പൻസേഷൻ 2022 നിർത്തലാക്കി, സെസ് ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ രീതിയിൽ പങ്കുവെക്കേണ്ട നികുതി കൂടെ ഡിവിസിബിൾ പൂളിന്റെ അളവ് വളരെ സൈസബിൾ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കുറച്ചിട്ടുണ്ട്. നമ്മൾക്ക് റവന്യൂ ഡെഫിസിറ്റ് പരിഹരിച്ച് കഴിഞ്ഞും നിലനിൽക്കുന്ന കമ്മി പരിഹരിക്കാൻ ആവശ്യമായ പണം ഗ്രാൻഡ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് തരുമായിരുന്നു. ഈ പുതിയ 16ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് ആ ഗ്രാൻറ്റും ഇല്ലാതായിരിക്കുകയാണ്. അതായത് പോസ്റ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം നമുക്ക് കിട്ടൂല. നമ്മൾ കേന്ദ്രത്തിൽ ഓവർ ഡിപ്പെൻഡന്റ് അല്ല എന്നുള്ളതാണ് അതിനുത്തരം. പകരം സംസ്ഥാനത്ത് നിന്നും നികുതിയേതര വരുമാനം പിരിച്ചെടുത്തുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം കാണിച്ചു തന്നിരിക്കുന്നത്. അതിന്റെ പുറമെ കിഫ്ബി പോലെയുള്ള വളരെ നൂതനമായ പദ്ധതികളും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. ഈ കിഫ്ബിയുടെ ഫലമായിട്ടാണ് വലിയ രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകളിൽ, അതുപോലെ തന്നെ റോഡിന്റെ കാര്യത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം
ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് ബഡ്ജറ്റും ഇവിടെ ആദ്യം സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ രണ്ട് ബഡ്ജറ്റും രണ്ട് വിരുദ്ധ ദിശയിൽ സഞ്ചരിക്കുന്ന ബഡ്ജറ്റുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് ഒരു ഇലക്ഷൻ ഇയർ ആണ്. ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത ഉണ്ടാവും. ബഡ്ജറ്റ് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റും കൂടിയാണ്, അതിന്റെ പ്രത്യേകതകൾ ഉണ്ടാവും. പക്ഷെ ഇത് അസംഭവ്യമായ അല്ലെങ്കിൽ വെറുതെ ഇലക്ഷന് വേണ്ടി പ്രചരിപ്പിക്കപ്പെട്ട ഒരു ബഡ്ജറ്റാണ് എന്ന് തരം താഴ്ത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായിട്ട് ഇത് എങ്ങനെ നടപ്പാക്കാം എന്നുള്ളതിന്റെ ട്രാക്ക് റെക്കോർഡ് കഴിഞ്ഞ രണ്ട് ഗവൺമെന്റുകളുടെ കാലത്ത് നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ പരാമർശിച്ചിരിക്കുന്ന പല കാര്യങ്ങളും വളരെ MNREGA പോലെയുള്ള പദ്ധതികളുടെ കാര്യത്തില് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഒരു അടിമ ഉടമ മനോഭാവത്തിന്റെ കാര്യത്തിൽ ഒക്കെ വളരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് പറയുന്നത്. താങ്ക് യു.